Yummy. നമസ്കാരം വ്യൂവേഴ്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബാർബിക്യൂ അല്ലെങ്കിൽ ഗ്രില്ലിംഗ് പ്രോസസ്സാണ്. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് പോർക്ക് റിബ്സ് ആണ്. റിബ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത് രണ്ട് തരത്തിൽ കിട്ടും. സൈഡ് റിബ്സ് അല്ലെങ്കിൽ ബാക്ക് റിബ്സ്. ബാക്ക് റിബ്സ് നല്ല സോഫ്റ്റ് ആയിരിക്കും, ടേസ്റ്റും കൂടുതലുണ്ട്. സൈഡ് റിബ്സിന് ഇറച്ചി കൂടുതലുണ്ട്, പക്ഷെ കുറച്ച് സമയം കൂടുതലെടുക്കും വേഗം. പിന്നെ കുറച്ച് ബാക്ക് റിബ്സിനേക്കാളും കുറച്ചുകൂടെ ടഫുമാണ്. നമ്മൾ ഈ ഇറച്ചി എടുത്ത് ഒരു 1.5 മണിക്കൂർ പുഴുങ്ങുന്നുണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് എടുത്താലും കുഴപ്പമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിന് വേണ്ട പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഈ ഇറച്ചി റിബ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ല് മാത്രമല്ല, എല്ലിൽ ഇറച്ചിയും കൂടെ ഉള്ളതാണ്. അത് ചെറിയ പീസസ് ആക്കി ഒരു വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിൽ കുറച്ച് ഉപ്പ് വിട്ട് ഈ റിബ്സ് മുഴുവനും അതിൽ മുക്കി വേവിച്ചെടുക്കുമ്പോഴത്തേക്കും അത് തിളച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടപ്പ് നമ്മൾ കുറച്ച് തുറന്നു വെച്ചാൽ തിളച്ച് പോകുന്ന കുറച്ച് കുറയും. ഇത് നമ്മളൊരു 1.5 മണിക്കൂറാണ് പുഴുങ്ങുന്നത്. ആ സമയം വെള്ളം കുറവാണോ എന്ന് ഇടയ്ക്ക് നോക്കുക. വെള്ളം കുറവാണെങ്കിൽ ഒഴിച്ചു കൊടുക്കുക, തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ റിബ്സിൻ്റെ പീസ് മുഴുവനും വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ ശ്രദ്ധിക്കണം. വെള്ളത്തിന് പൊക്കത്തിലാണ് കിടക്കുന്നതെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മുക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇറച്ചി ഡ്രൈ ആയിട്ട് പോകും. ഈ 1.5 മണിക്കൂർ ഇത് വേകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സോസ് പ്രിപ്പയർ ചെയ്യാം. ഇതിനുവേണ്ടി ഞാൻ 2 ടൈപ്പ് സോസാണ് ഉപയോഗിക്കുന്നത്. രണ്ടും ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ്, ഞാൻ ഉണ്ടാക്കിയതല്ല. ഉണ്ടാക്കാനുള്ള പ്ലാനുണ്ട്, അത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ ഷെയർ ചെയ്യാം. ആദ്യത്തെ സോസ് ചിക്കൻ ആൻഡ് റിബ്സ് ബാർബിക്യൂ സോസ്, രണ്ടാമത്തേത് ഹിക്കറി സ്മോക്ക് ഫ്ലേവേർഡ് സോസ്. ഹിക്കറി സ്മോക്ക് ഫ്ലേവർ എന്ന് പറയുന്നത് ഹിക്കറിയുടെ മരത്തിൻ്റെ തടി കരിയിച്ച് അതിൻ്റെ സ്മോക്ക്, അതിൻ്റെ ഫ്ലേവർ ആഡ് ചെയ്തൊരു സോസാണ്. അപ്പോൾ ഈ 2 സോസുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ചിക്കൻ റിബ്സ് സോസിൻ്റെ പകുതിയാണ് ഹിക്കറി സ്മോക്ക് നമ്മൾ എടുക്കുന്നത്. ഞാനൊരു 2 പാർട്ട് ചിക്കൻ റിബ്സ് എടുക്കും, 1 പാർട്ട് ഹിക്കറി സ്മോക്ക് ഫ്ലേവർ എടുക്കും. ഇതിന് രണ്ടിനും കുറച്ചൊരു പുളിപ്പും മധുരവും ഉള്ള സോസാണ്. അതാണ് നമ്മൾ റിബ്സിൻ്റെ ഒരു പ്രത്യേകത, ആ ഒരു ഫ്ലേവറാണ്. പക്ഷേ നമുക്ക് എരിവാണ് പ്രത്യേകിച്ച് വേണ്ടതെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് എരിവ് ചേർക്കാം. കുരുമുളക് പൊടി, കാന്താരി അരച്ചത്, അല്ലെങ്കിൽ വെറും മുളക് പൊടി, ഇതൊക്കെ ചേർക്കാം നമുക്ക് അതിനകത്ത് എരിവ് കൂട്ടാനായിട്ട്. ഞാൻ ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് എൻ്റെ ആ ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ 2 പാർട്ട് ചിക്കൻ റിബ് സോസ്, 1 പാർട്ട് ഹിക്കറി സ്മോക്ക്, കുറച്ച് കുരുമുളക് പൊടി. ഇതാണ് സോസ്. ഈ റിബ്സ് പുഴുങ്ങുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഇറച്ചി സോഫ്റ്റ് ആകണം. രണ്ടാമത്തേത്, നമ്മൾ ഈ പോർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ വരുന്നത് ഫാറ്റാണ്. ഫാറ്റ് നമ്മൾ ഇപ്പോൾ കുറയ്ക്കാനാണ് നോക്കുന്നത്, ഒരുപാട് ഫാറ്റ് കഴിക്കാതിരിക്കാൻ. നമ്മൾ ഈ പുഴുങ്ങുന്നത് കൊണ്ട് ഈ പോർക്ക് റിബ്സിലുള്ള ഫാറ്റ് മുഴുവനും വെള്ളത്തിൽ അരിഞ്ഞു പോകും. നമ്മളത് കഴിഞ്ഞിട്ട് റിബ് മാത്രം വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടാണ് മാരിനേറ്റ് ചെയ്യുന്നത്, വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ആ ഫാറ്റ് മുഴുവനും നമ്മൾ ഡിസ്കാർഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ്, ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇത് പുഴുങ്ങുന്നത്. പുഴുങ്ങാതെയും ചെയ്യാം റിബ്സ്. ഈ ബാർബിക്യൂവിൽ തന്നെ അല്ലെങ്കിൽ ഗ്രില്ലിൽ തന്നെ വളരെ ലോ ഹീറ്റിൽ പൊതിഞ്ഞ് കുറേ സമയമെടുത്ത് 2-3 മണിക്കൂർ എടുത്തിട്ട് ചെയ്യാം. പക്ഷേ ഇത്രയും സോഫ്റ്റ് ആയിരിക്കത്തില്ല. പുഴുങ്ങുന്നത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇറച്ചി. നമ്മൾ ഈ ഇറച്ചി വെന്ത് കഴിയുമ്പം, അത് 1.5 മണിക്കൂർ വെന്ത് കഴിയുമ്പോൾ നമ്മളത് ഒന്ന് സ്പൂൺ കൊണ്ടുവന്ന് ഒന്ന് ഞെക്കി നോക്കുമ്പോൾ അറിയാം അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ആയി എന്നറിയാം. അത് വെള്ളത്തിൽ നിന്ന് എടുത്ത് വെള്ളം വരാൻ വയ്ക്കുക. ഞാനിത് കുക്ക് ചെയ്യുന്നത് പുറത്ത് നിന്നിട്ടാണ്, നല്ല തണുപ്പത്ത്. കാനഡയുടെ തലസ്ഥാനമായ ഒട്ടാവയിൽ ഫെബ്രുവരി മാസത്തിൽ നല്ല തണുപ്പുള്ള സമയത്താണ്. തണുപ്പുള്ളത് കൊണ്ട് റിബ്സ് തിളപ്പിക്കുമ്പോഴത്തേക്കും വെള്ളം തിളച്ച് വരാൻ കുറച്ച് സമയമെടുക്കും, പിന്നെ തിളയ്ക്കുന്നതിൻ്റെ തീവ്രതയും കുറയും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, 1.5 മണിക്കൂർ നമ്മൾ വേവിക്കുന്നത് കൊണ്ട് മീറ്റ് സോഫ്റ്റ് ആയിട്ട് കിട്ടും. കാനഡയുടെ കുറച്ച് ബ്യൂട്ടിയും കൂടെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു. സ്നോ, വീടിന് പുറത്ത് കിടക്കുന്ന സ്നോ, നല്ല തണുപ്പ്, ഏകദേശം -8 -10 ഡിഗ്രിയിലാണ് ഞാനിത് പുറത്തു നിന്നിട്ട് ചെയ്യുന്നത്. നമ്മുടെ വീടിൻ്റെ ബാക്ക് യാർഡിലെ സീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സ്നോ സ്നോ സ്നോ. ഒട്ടാവയിൽ ജാനുവരി ഫെബ്രുവരി മാസത്തിൽ മുഴുവനും സ്നോ കവേർഡാണ്. ഒട്ടാവയാണ് ലോകത്തിലെ കോൾഡസ്റ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കോൾഡസ്റ്റ് സ്ഥലമല്ല, ഏറ്റവും തണുപ്പുള്ള സ്ഥലമല്ല, ഏറ്റവും തണുപ്പുള്ള തലസ്ഥാനം ഒട്ടാവയാണ്.
വെള്ളം മാറുന്നു കഴിയുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് പുറത്ത് വെച്ച് ഉണങ്ങിപ്പോകരുത്. വെള്ളം മാറാൻ വെക്കുന്നത് മിക്കവാറും ഒരു 1-2 മിനിറ്റ് മാക്സിമം അത്രേ വെക്കാവുള്ളൂ. അതെടുത്ത് ഈ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സോസിൽ മുക്കി മാറ്റി വയ്ക്കാം. മാറ്റി വെച്ച റിബ്സ് ഒരു 10 മിനിറ്റ് നേരം വെച്ചോ, 10-15 മിനിറ്റ് നേരം ഇരിക്കണം. എന്നാലേ ആ സോസ് അതിനകത്തോട്ട് അബ്സോർബ് ചെയ്ത് ഫ്ലേവർ കിട്ടുള്ളൂ. നമ്മളത് കരിയാതെ ചൂടായി ആ ഇറച്ചിയിൽ അതിൻ്റെ ഫ്ലേവർ ഒന്നുകൂടെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. ഗ്രില്ല് ചെയ്യുന്നതിന് ഞാൻ ഉപയോഗിക്കുന്നത് ബാർബിക്യൂ ആണ്. ഈ ബാർബിക്യൂ നമ്മൾ ആദ്യമേ ഹൈ ഹീറ്റിലിട്ട് നല്ലോണം ചൂടായിട്ട് അത് നല്ലോണം ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഓയിൽ സ്പ്രേ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഇറച്ചി അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. പക്ഷേ എന്തൊക്കെ ചെയ്താലും ഈ റിബ്സ് അതിൽ കുറച്ച് ഒട്ടിപ്പിടിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 1.5 മണിക്കൂർ പുഴുങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഇറച്ചിയാണ്, അത് എന്തൊക്കെയാലും പിടിക്കും. പക്ഷേ എണ്ണ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കുന്ന കുറച്ച് കുറയും, അത്രയേ ഉള്ളൂ. എണ്ണ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബാർബിക്യൂവിൻ്റെ തീ വളരെ കുറച്ച് വെക്കണം. തീ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ബാർബിക്യൂ ഗ്രില്ലോ ആണെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട്. വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഈ ഇറച്ചി അതിൽ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഹീറ്റ് ആണെങ്കിൽ ഈ സോസ് പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ഇത് നമ്മൾ ഗ്രില്ലിൽ വെച്ചിട്ട് ഒരു സൈഡ് വെച്ച് കഴിഞ്ഞാൽ അതൊരു 45 സെക്കൻഡ് അല്ലെങ്കിൽ മാക്സിമം 1 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും തിരിച്ചിടണം. തിരിച്ചിട്ടുമ്പോഴത്തേക്കും ടോപ്പ് കുറച്ച് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച സോസിൻ്റെ മിച്ചം ഉണ്ടെങ്കിൽ അത് ബ്രഷ് ചെയ്ത് കൊടുക്കണം. സോസ് മിച്ചമില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്യണം. ഇത് ബേസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സോസ് വേണം. എന്തൊക്കെയായാലും ആ മുക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ റിബ്സ് ബാർബിക്യൂവിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഒഴുകിപ്പോയ കുറേ സോസ് ഉണ്ടാവും. എന്തൊക്കെയായാലും അത് വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ മിക്സ് ചെയ്തിട്ട് ഇത് ബേസ്റ്റ് ചെയ്ത് അതിൻ്റെ പുറത്ത് തേച്ച് കൊടുക്കണം. അല്ലെങ്കിൽ വീണ്ടും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മീറ്റ് കുറച്ച് ഡ്രൈ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ സമയം 45 സെക്കൻഡ് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചിടുക, സോസ് കൊണ്ട് ബേസ്റ്റ് ചെയ്യുക. ഒരു 4-5 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെല്ലാം എടുത്ത് ഒരു കാസറോളിൽ വെച്ച് അടച്ച് ഒരു 10 മിനിറ്റ് നേരം വെച്ചേക്കുക. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റിബ്സ് റെഡി. സക്യുലൻറ്റ് ഫാൾ ഓഫ് ദ ബോൺ റിബ്സ്. ഇത് റിബ്സ് ഒന്ന് എടുത്ത് എല്ലിൽ പിടിച്ചൊന്ന് കുലുക്കിയാൽ ഇറച്ചി ഉതിർന്ന് താഴെ വീഴും. അത്രയ്ക്ക് സോഫ്റ്റ് ആയിരിക്കും റിബ്സ്. ഇതിനെയാണ് വെസ്റ്റേൺ സൈഡിൽ വിശേഷിപ്പിക്കുന്നത് ഫാൾ ഓഫ് ദ ബോൺ റിബ്സ്. അതായത് എല്ലിൽ പിടിച്ച് കുലുക്കിയാൽ താഴെ വീഴുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. വീണ്ടും വേറെ വീഡിയോസ് വരുന്നവരെ ഹാപ്പി കുക്കിംഗ്.